നമസ്കാരം. ആഹ് നി ഫെബ്രുവരി 16-ാം തീയതി നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തൊട്ട് മുമ്പത്തെ അതായത് 13-ാം തീയതിയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇൻഡിക്കേറ്റർ വഴി നമ്മൾ ഓർഡർ ബ്ലോക്ക് വെച്ച് ലിക്വിഡിറ്റി ലെവൽ കണ്ടെത്തുക. ഓക്കെ, ആ ലിക്വിഡിറ്റി ലെവൽ കണ്ടെത്തുമ്പോൾ നമ്മുടെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര ദിവസത്തെയാണ് ഡേറ്റ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനിയും ഓർഡർ ബ്ലോക്ക് വഴി നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അത് വോളിയം പ്രൊഫൈൽ വഴി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലിക്വിഡിറ്റി ലെവലും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് വഴി ലിക്വിഡിറ്റി കണ്ടെത്തിയത് ഇന്ന് രാവിലെ തന്നെ ഞാൻ 9 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ലെവൽസുകളെല്ലാം മിക്ക ആൾക്കാർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ സെൻഡ് ചെയ്തേക്കുന്ന ഈ ലെവൽസുകൾ നമുക്ക് പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്നുള്ളതാണ് ഓർഡർ ബ്ലോക്ക് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവൽസുകളൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. അതിനകത്ത് ആദ്യത്തെ സപ്ലൈ സോൺ വരുന്നത് 25,514, രണ്ടാമത്തെ ലിക്വിഡിറ്റി ലെവൽ വരുന്നത് 25,580, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 25,661. ഡിമാൻഡ് സൈഡിൽ വരുന്ന ഒന്നാമത്തെ ലിക്വിഡിറ്റി ലെവൽ 25,372, രണ്ടാമത്തെ ലിക്വിഡിറ്റി 25,275 ആയിരിക്കും നമ്മുടെ ലിക്വിഡിറ്റി ലെവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റിലോട്ട് വരുന്ന ക്യാപിറ്റലിൻ്റെ ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് അതായത് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടാണെങ്കിൽ ഫസ്റ്റ് ലിക്വിഡിറ്റി ലെവൽ ഇതും സെക്കൻഡ് ലിക്വിഡിറ്റി ലെവൽ 25,275 ആയിരിക്കും. അങ്ങനെ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടാണെങ്കിൽ ഫസ്റ്റ് ലിക്വിഡിറ്റി ലെവല് ഗ്രാബ് ചെയ്യാൻ പോകുന്നത് 25,580, സെക്കൻഡ് 25,661 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ആ മാർക്കറ്റ് എത്ര ദൂരം പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വോളിയം ബബിള് അല്ലെങ്കിൽ വെയിലിലെ ആക്ടിവിറ്റി ഒക്കെ കണ്ടെത്തിയിട്ട് എത്ര പോയിന്റ് പോകുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ തലേദിവസം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ സോണും LVTയും നമുക്ക് ഓണാക്കാം. ഓണാക്കുമ്പോഴത്തേന് സോണും LVTയും പറഞ്ഞ ലെവലുകൾ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സോണും LVT ഇന്നലത്തെ ലെവൽ കിട്ടും. അപ്പം മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ രാവിലത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് സോണിൻ്റെ ഫുൾ ലെവലുകൾ നമുക്ക് കിട്ടും. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് കംപ്രഷൻ ആണോ അല്ലയോ എന്നുള്ള ഡേറ്റയും നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന വീക്കിലി ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ 9:15 ക്യാൻഡിൽ കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി POC, 4 hour POC, വീക്കിലി POCയുടെ എല്ലാം ലെവൽസുകൾ അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേന് കംപ്രഷൻ ആണെങ്കിൽ ഡൗൺ സൈഡ് ആണെങ്കിൽ ഇത് റെഡ് കളറിലും, അപ്സൈഡ് കംപ്രഷൻ ആണെങ്കിൽ ഗ്രീൻ കളറായിരിക്കും കാണിക്കുക. ഓക്കെ, ഇന്നലെ എക്സാക്ട്ലി ഒരു സെല്ലിങ്ങിൻ്റെ അകത്തൊരു എൻഡ് വന്നെന്നുള്ളൊരു സിഗ്നൽ നമുക്കിവിടെ കിട്ടിയാണ് SC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കംപ്രഷൻ വരുവാണെങ്കിൽ ഈ പലപ്പോഴും 2-3 ദിവസം കൂടിയിട്ട് കംപ്രഷൻ വരുവാണെങ്കിൽ കംപ്രഷൻ കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും. അപ്പോൾ ഈ സോണ് ലെവലിൽ നിൽക്കുകയില്ല. ഒരു സോണിൽ നിന്ന് അടുത്ത സോണിൽ നിന്ന് ചിലപ്പോൾ 2 സോണും 3 സോണൊക്കെ പടന്ന് ഡയറക്റ്റ് കയറിപ്പോകും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് സപ്പോർട്ട് ലെവലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് 2 ലൈൻ വരും. ഇന്നത്തെ വരുന്ന റെസിസ്റ്റൻസ് ലെവൽ ഇത് ഏത് ലെവലിലോട്ട് എത്തുന്ന ആ ലെവലേ വരത്തുള്ളൂ. അപ്പോൾ ഈ ലെവലിൽ ഇന്നത്തെ ലെവലിൽ ഫസ്റ്റ് വന്നേക്കുന്നത് 25,483 റെസിസ്റ്റൻസ് ലെവലായിട്ട് വരുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇന്നത്തെ കംപ്രഷൻ്റെ അപ്സൈഡ് ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴത്തേന് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് സപ്പോർട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിലാണ്. ഇത് ശരിക്കും ഒരു MRP ലൈൻ എന്നാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ് ഓർഡേഴ്സിൻ്റെ സെല്ലിങ് ഓർഡേഴ്സിൻ്റെ ആൽഗോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും റീസണബിൾ ആയിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു വാല്യൂ ആയിട്ടാണ് അത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ വരുമ്പോഴത്തേനായിരിക്കും കൂടുതൽ ഓർഡേഴ്സുകൾ വരുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ഔട്ടായി, രണ്ടാമത് ഈ പറഞ്ഞ പോലെ അതേ ലെവലിൽ എത്തിയിട്ട് വീക്കിലി POCയുടെ അവിടുന്ന് സപ്പോർട്ട് എടുത്ത് ലോ വോളിയം ടെസ്റ്റിങ് ST എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിങ്ങിൻ്റെ ആ ഒരു സൈഡിലുള്ള പവർ തീർന്നിട്ട് ബൈങ് സൈഡിലോട്ട് തിരിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. LVT. ST ആണെങ്കിൽ ആ ബൈങ് സൈഡിലോട്ട് തിരിഞ്ഞു എന്നുള്ളൊരു കൺഫർമേഷനാണ് കിട്ടുന്നത്. ഈ കൺഫർമേഷൻ കിട്ടിയാലും അതിനൊരു വേറൊരു അഡീഷണൽ ആയിട്ട് ഇപ്പം ഇന്ന് വന്നത് വീക്കിലി POC വന്ന പോലെ നമുക്ക് ബൈങ് സോണോ
അല്ലെങ്കിൽ MRPയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻഡിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കൺഫർമേഷൻ ആയിട്ട് അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് LVT STയുടെ അവിടുന്ന് മാർക്കറ്റ് മുകളിൽ കയറിയിട്ട് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലിക്വിഡിറ്റി ലെവലായ 25,550 ലിക്വിഡിറ്റി ലെവൽ ഫില്ലായി. ആ ഫില്ലായി കഴിഞ്ഞാൽ അവിടെ കുറേ സമയം ആ ലെവലുകൾ ഫില്ലാകാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള പെൻഡിങ് ഓർഡേഴ്സുകളെല്ലാം ഫില്ലായി കഴിഞ്ഞിട്ടേ അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അത് മേ ബി മുകളിലോട്ടാകാം, താഴോട്ടാകാം. പക്ഷെ നമുക്കിപ്പോൾ നേരത്തെ ഓൾറെഡി LVT ST കിട്ടിയോണ്ട് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ലെവലുകൾ എല്ലാം നമ്മുടെ വീക്കിലി ഈ ലൈനെ ഡെയിലി POCയെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഇത് ഡെയിലി ഇത് 4 അവർ വീക്കിലി 4 അവർ ഡെയിലിയെ മുകളിലായതുകൊണ്ട് നമുക്ക് ബുള്ളി സൈഡിലോട്ടുള്ള ഒരു മാർക്കറ്റായിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പം ബുള്ളി സൈഡിലോട്ട് മാർക്കറ്റ് വന്നിട്ട് എക്സാക്ട്ലി അവിടുന്ന് നമ്മുടെ അടുത്ത ലിക്വിഡിറ്റി ലെവലിലോട്ടായിരിക്കും മാർക്കറ്റ് പോകാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, വീണ്ടും അതിനെ റെസ്പെക്റ്റ് ചെയ്തു. എക്സാക്ട്ലി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു MRP ലൈൻ എത്രത്തോളം ക്ലോസ് വരുന്നോ അവിടെ നിന്നായിരിക്കും മാർക്കറ്റിന് മൂവ്മെൻറ്റ് കൂടുതലും ഉണ്ടാകുക. ഓക്കെ, മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് ഈ പറഞ്ഞ നമ്മുടെ സെക്കൻഡ് ലിക്വിഡിറ്റി ലെവലും ഫില്ലായിട്ടുണ്ട്. ഏകദേശം 12:30 കൂടി സെക്കൻഡ് ലിക്വിഡിറ്റി ലെവലും ഫില്ലായി. ഈ ലെവൽസുകളെല്ലാം രാവിലെ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ലെവൽ ഫില്ലായി കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ചെറിയ ബേരിഷിൽ വന്നു. ആ ബേരിഷിൻ്റെ സെല്ലിങ് എൻഡ് എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടി. ഓക്കെ, ഈ സെല്ലിങ് എൻഡ് എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള സെല്ലിങ്ങിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയുടെ പവർ കുറഞ്ഞ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് സെല്ല് ചെയ്യത്തില്ലെന്നല്ല മീനിങ്. അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വലിയ ക്വാളിറ്റി സെല്ല് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ പോകും. പക്ഷേ മുമ്പുണ്ടായ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു പവർ കുറഞ്ഞു എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും അവിടുന്ന് ലിക്വിഡിറ്റി ലെവലുകളൊക്കെ ലിക്വിഡിറ്റി ഫില്ല് ചെയ്ത് ആ ഓർഡറുകളൊക്കെ ഫില്ല് ചെയ്ത് ഈ ലെവലുകളിലെല്ലാം ഒരുപാട് ഓർഡറുകളുണ്ട്. അവിടെയെല്ലാം മാർക്കറ്റ് വന്ന് കുറച്ച് നേരം സ്റ്റേ നിന്നിട്ടേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1:57 ആയപ്പോഴത്തേന് ശരിക്കും സെല്ലിങ് എൻഡ് എന്നുള്ളൊരു ക്യാൻഡിൽ നമുക്ക് വന്നു. അവിടെ ഒരു ഓറഞ്ച് കളറുള്ള ക്യാൻഡിലൂടെ ഫോം. ഈ ഓറഞ്ച് കളർ കാണുന്ന ഒരു ട്രെൻഡ് എൻഡായെന്നുള്ളതിൻ്റെ സിഗ്നലാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു ട്രെൻഡ് മാറിയിട്ട് പുതിയ ട്രെൻഡ്, അതായത് ന്യൂ ട്രെൻഡ്, അത് ഏത് വേണമല്ലോ അത് കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ ഓപ്പോസിറ്റോ സംഭവിക്കാം. അത് നെക്സ്റ്റ് ഡേറ്റയെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് മൂവ് ചെയ്ത് ആ ലിക്വിഡിറ്റി ലെവലിൽ തന്നെ വീണ്ടും ഓർഡറുകൾ ഫില്ല് ചെയ്തു. ആ ഓർഡറുകളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഓർഡറുകൾ സെല്ലിങ് ഓർഡറുകളേക്കാൾ കൂടുതൽ ബൈയിങ് ഓർഡറുകൾ വന്നപ്പോൾ തന്നെ നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവലിലോട്ട് നമ്മുടെ 25,660 പോയിന്റിലോട്ട് എത്തി. ഇതിപ്പോൾ ഏകദേശം ഒരു 2:48 ആയപ്പോൾ തന്നെ ആ ലെവലിലെത്തി. ഇനി ആ ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഓർഡറുകൾ ഫില്ല് ചെയ്യും. അപ്പോൾ ഏകദേശം 3 മണിയോടുകൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബൈയിങ് എൻഡും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഈ ലെവൽ ഫില്ല് ചെയ്തപ്പോൾ ഉണ്ടായ ഓർഡറുകൾ ഫില്ല് ചെയ്ത കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ അവിടെ വോളിയം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ആ മുമ്പുണ്ടായിരുന്ന ബൈയിങ് ഓർഡേഴ്സിൻ്റെ എല്ലാം പവർ കുറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഫോഴ്സ് മുന്നോട്ട് പോകാനുള്ള ഫോഴ്സ് കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് നേരം അതേ ലെവലിൽ നിന്നിട്ട് ഒരു ബൈയിങ് ഓർഡർ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ എന്തായാലും സെല്ലേഴ്സ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ സെല്ലേഴ്സ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേന് സെല്ലേഴ്സിൻ്റെ ഒരു സെല്ലിങ് വോളിയം കൂടെ അവിടെ ഫോം ആയിട്ട് ഇന്നത്തെ ദിവസം ഏകദേശം ആ ഒരു ലെവൽ കൊണ്ട് മാർക്കറ്റ് ക്ലോസ് ആയി. ഓക്കെ, അപ്പം നമ്മൾ ഈ ലിക്വിഡിറ്റി ലെവലുകളൊക്കെ നമ്മുടെ ഓരോ ടാർഗറ്റുകളായിട്ട് വെക്കും. ആ ടാർഗറ്റുകൾ എൻട്രി ഉള്ളപ്പം അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യും. എൻട്രി ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മൾട്ടിപ്പിൾ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത്. ഇന്നത്തെ ഡേറ്റ അനാലിസിസ് ചെയ്യാനും ഡേറ്റ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പം ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻഡിക്കേറ്ററിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിലുകൾ പറഞ്ഞു തരാം. കൂടുതൽ തീരെ ഒന്നും മനസ്സിലാകുന്നില്ല നമുക്ക് കോഴ്സായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് കോഴ്സായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഡെപ്തിൽ, അതായത് കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റോങ് ആയിട്ടാണ് എല്ലാവരും പഠിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള മിസ്റ്റേക്ക് കാരണം പലർക്കും
ഈ ഡേറ്റ കിട്ടിയാലും കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അതും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്കത് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാവുന്നതാണ്, സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.